ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദർസിൽ ഭാഗം 1 നമ്മൾ പ്രമാണങ്ങളുടെ തെളിവുകളോടെ മനസ്സിലാക്കി എങ്ങനെയാണ് എങ്ങനെയാണ് സത്യം കണ്ടുപിടിക്കുക, ഏത് കക്ഷിയാണ് ശരി എന്ന സത്യം എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ ആരുടെ തഫ്സീറിലാണ് സത്യം ഉണ്ടാവുക, അള്ളാഹു പറഞ്ഞ വ്യാഖ്യാനം, പഠിപ്പിച്ച വ്യാഖ്യാനം, അള്ളാഹു ഖുർആനിലെ അറബി പദങ്ങൾക്ക് കൊടുത്ത അർത്ഥം എന്നത് നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കി തെളിവുകളോടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, അത് നമ്മൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ സത്യത്തിലാവുക, ശരിയായ പാതയിലാവുക, രക്ഷപ്പെട്ട കക്ഷിയിലാവുക, ഭിന്നതയില്ലാത്ത കക്ഷിയിലാവുക, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവരിലാവുക ഒക്കെ നമ്മൾ തെളിവുകളോടെ മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും. കാരണം സഹാബാക്കൾ റളിയല്ലാഹുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ പദങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്തത്. പിന്നെ അതിന് വൈരുദ്ധ്യമായിട്ട് നമ്മൾ ആരും സംസാരിക്കാൻ പാടില്ല എന്നും, അങ്ങനെ ഏറ്റവും വലിയ പണ്ഡിതനോ ഹാഫിളോ സംഘടനയോ സംസാരിച്ചാലും അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് അള്ളാഹു പറഞ്ഞതിന് എതിരാണെന്നോ, അങ്ങനെ അള്ളാഹു പറയാത്ത കെട്ടിച്ചമച്ച വാക്കുകൾ പറഞ്ഞാൽ പറയാൻ പാടില്ല എന്ന ആയത്തുകളും നമ്മൾ മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി സഹാബത്തിൻ്റെ തഫ്സീറിലാണ് സത്യം ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കേരളത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു തഫ്സീറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ബാറക്കല്ലാഹു ഫീക്കും, അത് തഫ്സീർ അമാനി മൗലവിയുടെ തഫ്സീറാണെന്ന് നമുക്ക് കാണാൻ പറ്റും. റഹിമഹുല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ അമാനി മൗലവി തഫ്സീറിൽ ബിദ്അത്തുകാരുടെ ഉദ്ധരണികൾ ഉള്ളതുകൊണ്ട്, സയ്യിദ് കുത്തുബിനെ പോലത്തെ ബിദ്അത്തുകാരുടെ ഉദ്ധരണികൾ ഉള്ളതുകൊണ്ട് ഈ വിഷയം ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഗാലിബ് അൽ ഉമരി ഹഫിദഹുല്ലാ അദ്ദേഹത്തിലേക്ക് എത്തിയിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഗാലിബ് ഹഫിദഹുല്ലാ യമനിലെ പണ്ഡിതനാണ്. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. അദ്ദേഹത്തിന് ഷെയ്ഖ് റബി അൽ മദ്ഖലിയുടെയും ഷെയ്ഖ് ഉബൈദ് അൽ ജാബിരി റഹിമഹുമുള്ളയുടെയും ശുപാർശ ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ അദ്ദേഹം ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിക്കാൻ അദ്ദേഹം അവസരം നൽകിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ സയ്യിദ് കുത്തുബിൻ്റെ വിഷയങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. അഥവാ ഏതൊരു തഫ്സീറിലും ഉള്ളതുപോലെ ഇബ്നു കസീർ, അതേപോലെ നമ്മൾ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ തൊബരി പോലത്തെ തഫ്സീറുകളിൽ ഉള്ളതുപോലെ അതിലൊക്കെ ബിദ്അത്തിൻ്റെ ആളുകളുടെ ഉദ്ധരണി കൊടുത്തതായി കാണാം. കാരണം അവിടെ ആ ബിദ്അത്തുകാരുടെ ബിദ്അത്തുകൾ ആ ഉദ്ധരണിയിൽ ഉണ്ടാവില്ല, പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ടാവുകയില്ല.
അതുകൊണ്ടാണ് ആ തഫ്സീറുകളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അതുപോലെയാണ് തഫ്സീർ അമാനിയിലും സയ്യിദ് കുത്തുബും മറ്റു ബിദ്അത്തുകാരുടെയും ഉദ്ധരണികളുള്ളത്. അവരുടെ പിഴച്ച വിശ്വാസങ്ങളോ ബിദ്അത്തുകളോ ഒന്നും തന്നെ തഫ്സീർ അമാനിയിലില്ല എന്ന് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട അവരുടെ ബിദ്അത്തുകളെയും അവരുടെ പിഴച്ച വിശ്വാസങ്ങളെയും എതിർക്കുകയാണ് അമാനി തഫ്സീർ മൗലവിയിൽ, തഫ്സീർ അമാനി മൗലവിയുടെ തഫ്സീറിൽ ഉള്ളത്. മറ്റു തഫ്സീറുകൾ ഉള്ളതുപോലെ തന്നെ തഫ്സീർ ഇബ്നു കസീറൊക്കെ പോലത്തെ തഫ്സീറുകളിൽ അതിലും പിഴച്ച വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിത് പ്രചരിപ്പിക്കണ്ട, കാരണം എനിക്ക് മെച്ചപ്പെട്ട സ്രോതസ്സുകളുണ്ട്. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ പടിഞ്ഞാറിലെ മതവിദ്യാർത്ഥികൾ അവർ നേരിട്ട് പണ്ഡിതന്മാരുടെ നിന്ന് പഠിച്ചവരാണ്. അപ്പോൾ അവരുടേത് കേൾക്കുക, അവരുടേത് പ്രചരിപ്പിക്കുക. പിന്നെ ഞാൻ അറബി ഭാഷ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് കിബാറുകളുടെ അറബി ദർസുകളും കേൾക്കാം, പ്രചരിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മെച്ചപ്പെട്ട ഒരു സ്രോതസ്സുകൾ ഉള്ളത് കൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണ്ട, ഈ തഫ്സീർ പ്രചരിപ്പിക്കണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ ഉമ്മക്ക് ഇത് വായിക്കാൻ പറ്റുമോ? കാരണം ഉമ്മക്ക് പണ്ടേ ഇത് വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് വായിച്ചിട്ട് ഉമ്മൻ്റെ വിശ്വാസത്തിനൊന്നും പിഴവ് സംഭവിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ എൻ്റെ എളാമ, മറ്റു ബന്ധുക്കൾ ഒക്കെ വായിക്കുന്നുണ്ട്. ഇത് ഞാൻ ചോദിക്കാൻ കാരണം, അവർക്ക് അറബി ഇംഗ്ലീഷും അറിയില്ലല്ലോ, അവർക്ക് വേറെ സ്രോതസ്സില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? കാരണം അവരിത് വായിക്കുന്നുണ്ട്, അവർക്കൊന്നും അവരുടെ വിശ്വാസത്തിലൊന്നും പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഹഫിദഹുല്ല പറഞ്ഞു, അവർക്ക് വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അറബിയും ഇംഗ്ലീഷും അറിയാത്തവർക്ക് മാത്രമേ ഈ മലയാളത്തിലുള്ള ഈ തഫ്സീർ വായിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് അത് എന്താണ്, നമുക്ക് ഇംഗ്ലീഷിൽ നിന്നും അറബിയിൽ നിന്നും കിട്ടും. അത് കിട്ടാത്തവർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കാം, പക്ഷെ അവർക്കെന്താണ്, അത് ഇങ്ങനെ മനസ്സിലാവില്ല ശരിക്ക്. ചിലപ്പോൾ ഡിഗ്രിയൊക്കെ ഉണ്ടാകാം അവർക്ക്, പക്ഷേ ഇംഗ്ലീഷ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവുക, അല്ലെങ്കിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവുക ഈ മലയാളം വായിച്ചാലാണെങ്കിൽ അവർക്കും വായിക്കാം. കാരണം മനസ്സിലാകലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സിലാകാത്തത് വായിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ തഫ്സീർ അമാനിയിൽ നമുക്ക് കാണാം, ആയത്തിൻ്റെ വിശദീകരണത്തിൽ സഹാബത്തിൻ്റെ തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്, ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഈ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഇത് ആർക്ക് കൈമാറി? അടുത്ത തലമുറയിലേക്ക് കൈമാറി. അപ്പോൾ താബീങ്ങൾ പറഞ്ഞത് നമുക്കെടുക്കാം. താബീങ്ങൾ ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറി. തബഉ താബീങ്ങൾ അവരിതും എടുക്കാം. എന്തുകൊണ്ട്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ടാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇത് ആദ്യത്തെ ദർസിൽ പറഞ്ഞ ഹദീസാണ്. ഖൈറുന്നാസി ഖർനി, എൻ്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറ. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിന് ശേഷമുള്ള തലമുറ, പിന്നെ അതിന് ശേഷമുള്ള തലമുറ. അപ്പോൾ അമാനി തഫ്സീറിൽ സഹാബാക്കൾ, താബീങ്ങൾ, താബീങ്ങൾ ഇവരുടേത് നമ്മൾ വായിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അതുപോലെ തന്നെ
മദ്ഹബിൻ്റെ 4 ഇമാമുകൾ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുള്ള, ഇവരുടെ ഇതും കൊടുത്തിട്ടുണ്ടെങ്കിലും തഫ്സീർ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താക്കാം, ഇൻഷാ അല്ലാഹ് വായിക്കാം. പിന്നെ 6 ഇമാമുകൾ, ഹദീസ് ഗ്രന്ഥങ്ങളുടെ 6 ഇമാമുകൾ: ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമിദി, ഇബ്നു മാജ, അബൂ ദാവൂദ്, നസായി. ഈ 6 പണ്ഡിതന്മാരുടേത് എന്താണ് നമുക്ക് ഈ തഫ്സീറിൽ കൊടുത്തത് വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെയാണ് വരുന്നത് മറ്റു പണ്ഡിതന്മാർ, നമ്മൾ കേട്ടതാവാം, സയ്യിദ് കുത്തുബിനെ പോലത്തെ ബിദ്അത്തുകളുടെ ആളുകൾ, കേൾക്കാത്തവരാകാം ബിദ്അത്തുകളുടെ ആളുകൾ, അവരുടെ ഉദ്ധരണികൾ ഉണ്ടാകാം. അത് എന്താണ് ഒഴിവാക്കുന്നതായിരിക്കും, വായിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഞാൻ സഹാബത്തിൻ്റെയും ആ 3 തലമുറയുടെയും ഈ 6 ഇമാമുകളുടെയും ഈ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെയും മദ്ഹബിൻ്റെ ഈ 6 ഇമാമുകളുടെയും അത് തന്നെ ധാരാളം പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഈ പിന്നീട് വന്ന പണ്ഡിതന്മാരുടെ ഈ പ്രത്യേകിച്ച് ബിദ്അത്തുകാരുടെ ഉദ്ധരണികൾ വായിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ തെറ്റുണ്ട്, എല്ലാം തെറ്റാണെന്ന് കൊണ്ടല്ല, കാരണം ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി. കാരണം അതിൻ്റെ കൂടെ ചിലപ്പം അമാനി മൗലവി റഹിമഹുള്ളയുടെ അഭിപ്രായം ചിലപ്പം ഒരു ഖണ്ഡികയായിട്ട് കൊടുത്തിട്ടുണ്ടാകാം. അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഖൈർ. കാരണം അതിൽ തെറ്റുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നതല്ല, കാരണം അറിഞ്ഞിടത്തോളം വിശ്വാസത്തിൻ്റെ പിഴവുകളോ ബിദ്അത്തുകളോ ഒന്നും തഫ്സീർ അമാനിയിൽ കൊടുത്തിട്ടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും തന്നെ തഫ്സീർ അമാനിയിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. എന്നാലും ഇത്തരം പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അമാനി മൗലവി റഹിമഹുള്ളയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും കൊടുത്തത് വായിക്കുന്നത് ഒഴിവാക്കിയാൽ സൂക്ഷ്മത ഉണ്ടാകാം. കാരണം മനുഷ്യർക്ക് തെറ്റുപറ്റാം. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിൻ്റെ എല്ലാ മക്കൾക്കും തെറ്റുപറ്റും. അതുകൊണ്ട് തെറ്റുകളുണ്ടാകാം. പക്ഷേ ഗാലിബ് ഹഫിദുൽ എന്നോട് പറഞ്ഞത്, നമ്മൾ കാണാത്ത തെറ്റുകൾ, നമുക്ക് മനസ്സിലാകാത്ത തെറ്റുകളൊക്കെ തഫ്സീറിലുണ്ടാകാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ തെറ്റുകൾ ചിലപ്പം പിന്നെ അവർക്ക് ഈ തഫ്സീർ എഴുതുന്ന സമയത്ത് അമാനി മൗലവി റഹിമഹുള്ള ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തെറ്റുകളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. കാരണം തെറ്ററിഞ്ഞ ഒരു സത്യവിശ്വാസി അത് തിരുത്തുമല്ലോ. കാരണം ആ ഹദീസിൻ്റെ ബാക്കി പറയുന്നത് ഖൈറുൽ ഖത്താഈന തവ്വാബൂന, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഖൈർ തൗബ ചെയ്യുന്നവരാണ്. എന്നാലും ചിലപ്പോൾ മരണത്തിന് മുമ്പ് അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഈ തഫ്സീറിൽ തിരുത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സൂക്ഷ്മത എന്ന നിലക്ക് ഇതുപോലത്തെ ബിദ്അത്തിൻ്റെ പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്ന ഖണ്ഡികകൾ അതെന്താണ്, അതേപോലെ അമാനി മൗലവി റഹിമഹുള്ള വ്യക്തിപരമായി പറഞ്ഞ അഭിപ്രായങ്ങൾ അത് ഒഴിവാക്കുന്നതായിരിക്കും ഈ തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് അതിലൊരു സൂക്ഷ്മത പാലിക്കുക എന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഇതൊക്കെ ഒഴിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുക? നമ്മൾ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ആ സത്യത്തിലേക്ക് ഈ തഫ്സീറിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് എത്താൻ സാധിക്കും. അഥവാ ആ 3 തലമുറയുടെ തഫ്സീറിലേക്കാണ് നമ്മൾ ബാറക്കല്ലാഹു ഫീക്കും ചെന്ന് എത്തുക. അതേപോലെ തഫ്സീർ അമാനിയിൽ തന്നെ തഫ്സീർ ഇബ്നു കസീറിനെ ഉദ്ധരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് നമുക്കെടുക്കാം. കാരണം ഇതൊക്കെ അറിയപ്പെട്ട തഫ്സീറുകളാണ്.
തഫ്സീർ ബഗാവിനെ ഉദ്ധരിച്ചിട്ടുണ്ടാകാം, തഫ്സീർ ഖുർത്തുബിനെ ഉദ്ധരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ അറിയപ്പെട്ട അഹ്ലുസുന്നയിൽ അറിയപ്പെട്ട ബിദ്അത്തുകാരുടേതല്ലാത്ത തഫ്സീറുകൾ ഉദ്ധരിക്കുമ്പോൾ ആ ഭാഗങ്ങളും നമുക്ക് എന്താക്കാൻ പറ്റും, ഇൻഷാ അല്ലാഹ് വായിക്കാൻ പറ്റും. കാരണം തഫ്സീർ ഇബ്നു കസീറൊക്കെ വ്യക്തമാക്കിയതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്. തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വ്യക്തമാക്കിയിട്ടുണ്ട് ആമുഖത്തിൽ. ഈ തഫ്സീറിൻ്റെ അടിസ്ഥാനം അത് സഹാബത്തിൻ്റെ ആ തഫ്സീറിലേക്കാണ് മടങ്ങിയത് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. അത് അമാനി മൗലവി റഹിമഹുല്ലയും അത് അമാനി മൗലവി റഹിമഹുല്ലയുടെ തഫ്സീറിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ കേരളത്തിൽ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു ഖുർആൻ്റെ തഫ്സീറാണ് തഫ്സീർ അമാനി. അതിൻ്റെ വേറെ പ്രത്യേകതകൾ അതിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറബി വാക്കിൻ്റെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് അത് അറബി പഠിക്കാനും ഒരു പ്രോത്സാഹനമാണ്. നമുക്ക് പഠിക്കുന്നവർക്ക് അത് കൂടുതൽ പഠിക്കാനും എളുപ്പമാക്കുകയും ചെയ്യും. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ഒരു പ്രത്യേകത റഹിമഹുല്ലാഹ്, അദ്ദേഹം പ്രത്യേകം അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഖദറിനെ കുറിച്ച് ഒരധ്യായം, അതേപോലെ പല വിഷയങ്ങളെക്കുറിച്ചും പ്രത്യേക അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രയോജനം നേടാം. മറ്റൊരു പ്രത്യേകത തഫ്സീർ അമാനി മൗലവിയുടേത് റഹിമഹുല്ലാഹ് വളരെ ലളിതമായ ഭാഷയാണ്. ആർക്കും മനസ്സിലാവുന്ന ഏറ്റവും ലളിതമായ ഭാഷയിലൂടെയാണ് അമാനി മൗലവി സംസാരിക്കുന്നത് ഈ തഫ്സീറിലൂടെ. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അവിടെ നിർത്താണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.